അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഹൈ ക്വാളിറ്റി ലീഡ്സ് എങ്ങനെയാണ് ഫേസ്ബുക്കിലൂടെ നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഈസിയാണ്. ലിറ്ററലി ChatGPT തന്നെയാണ് നമ്മൾ ലീഡ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട് കറക്റ്റ് തന്നെയാണ്, അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ലീഡ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. കാരണം നിങ്ങളുടെ ഒരു സ്കില്ലുണ്ട്, പക്ഷേ ആ സ്കില്ല് യൂസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു ക്ലയൻറ്റ് വേണം. അപ്പോൾ ക്ലയൻറ്റ് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും എന്താ പറയുക, എങ്ങനെയാണ് കൂടുതൽ ലീഡ് കിട്ടാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ChatGPT നമ്മൾ ഹൈ ക്വാളിറ്റി ലീഡ്സ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അത് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ്ലി എങ്ങനെയാണ് ഫേസ്ബുക്കിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വെബ് ഡെവലപ്പറെ ഹയർ ചെയ്യുന്നുണ്ട്, എനിക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യണം, അങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് അവർ പോസ്റ്റായിട്ടിടും. അപ്പോൾ ആ ആൾക്കാരെ മാത്രം നമ്മൾ തിരഞ്ഞു പിടിക്കാൻ പോവുകയാണ്. ഇത് വെറും 5 മിനിറ്റേ ഉള്ളൂ. അതുമാത്രമല്ല, എൻഡ് ഓഫ് ദി വീഡിയോ ഞാനത് എങ്ങനെയാണ് അവർക്ക് റീച്ച് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതി നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ChatGPT പ്രോംപ്റ്റും എല്ലാം തന്നെ ഞാൻ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അധികം വൈകില്ല, നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരെ സ്ക്രീനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു PDF തയ്യാറാക്കിയിട്ടുണ്ട്. ആ PDF തന്നെ എവിടെയാണ് ഏതാണ് പ്രോംപ്റ്റ്, എങ്ങനെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എങ്ങനെയാണ് കിട്ടുക, അത് ഏത് പ്രോംപ്റ്റാണ് ChatGPT കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ ഈ ലീഡ് കിട്ടിയാൽ എങ്ങനെയാണ് റീച്ച് ഔട്ട് ചെയ്യാനുള്ള മെത്തേഡ് എന്താണ്, ആ പിച്ചടക്കം എല്ലാം PDF ആദ്യം ഞാൻ കോപ്പി ചെയ്തിട്ട് അത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ആ പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ @gmail എന്നുള്ള സംഭവം എന്തായാലും അതിൻ്റെ കൂടെ വേണം. അത് കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കോപ്പി പേസ്റ്റ് ചെയ്യുക. അത് കോപ്പി ചെയ്യുക. അതിന് ശേഷം ഈ പ്രോംപ്റ്റാണ് നിങ്ങൾ നേരെ ChatGPT പോയിട്ട് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രോംപ്റ്റ് നേരെ ഇവിടെ പേസ്റ്റ് ചെയ്യുക. അത് കൃത്യമായിട്ട് ആ PDF തന്നെ ഉണ്ട്. അതിനെ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം ഇത് എല്ലാം തന്നെ ടോപ്പ് തൊട്ട് ബോട്ടം വരെ ഫസ്റ്റ് പേജ് മൊത്തം കോപ്പി ചെയ്യുക, സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തിട്ട് നേരെ പേസ്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ പ്രോംപ്റ്റിൽ എല്ലാം ക്ലീൻ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ് പേര്, ഇമെയിൽ, അതേപോലെ തന്നെ കമ്പനി നെയിം, അങ്ങനെയുള്ള എന്തൊക്കെയാണ് അതിൽ വേണ്ടത് അത് കൃത്യമായിട്ട് അതിൽ പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൽ തന്നെ എങ്ങനെയാണ് ഇമെയിൽ നിങ്ങൾ ഒരു ക്ലയൻറ്റിനെ അയക്കുമ്പോൾ ഏത് ഇമെയിലാണ് എങ്ങനെയാണ് ഇമെയിൽ വേണ്ടത്, അത് പ്രൊഫഷണൽ ആയിരിക്കണം, അതിൻ്റെ പ്രോംപ്റ്റും കൂടി ഇതിലുണ്ട്. ഓക്കെ, ഇതങ്ങനെ രണ്ടാമത്തെ പേജ്. അങ്ങനത്തെ ഒരുപാട് പേജസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്ലയൻസിന് റിക്വയർമെൻറ്റ്. ഇനിയിപ്പോൾ ഏതോ ഒരു വ്യക്തി ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇടുകയാണ്, എനിക്ക് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ലീഡ് ജനറേഷൻ ചെയ്യണം, അവിടെ റിക്വയർമെൻറ്റ് അവരവിടെ പോസ്റ്റ് ചെയ്യണം. ആ പോസ്റ്റ് ചെയ്യുന്ന ആ സർട്ടൺ ലിങ്ക് ആണ് നമ്മളോട് എടുക്കുന്നത്. അത് വെച്ചിട്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക, വളരെ ഹൈ ക്വാളിറ്റി പ്രോസ്പെക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് വരുന്നത്. ഇനി അവസാനം ഈ ലൈൻ എന്ന് പറയുന്നത് ഔട്ട് റീച്ച് ചെയ്യാനുള്ള മെത്തേഡാണ്. ഇത് പേസ്റ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും ഔട്ട് റീച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എന്താ പറയുക ഒരു ഐഡിയ അതിൽ വേണം. കാരണം ഒരുപാട് വലിച്ചു നീട്ടി ഒരിക്കലും ഒരു എന്താ പറയുക ഇമെയിൽ ഒരിക്കലും അയക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഇമെയിലിനൊരു സ്പെസിഫിക് ആയിട്ട് അടുത്തൊരു ക്ലാസ് തന്നെ വെക്കേണ്ടി വരും. കാരണം അത് അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം ഞാൻ എന്തായാലും ഇതിലൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഇമെയിലും ഇതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ വേഡിലാണ് ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് പ്രോപ്പറായിട്ടുള്ള PDF ഞാൻ നിങ്ങൾക്കത് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഹൈ ക്വാളിറ്റി ലീഡ് നമ്മുടെ പ്രോസ്പെക്ട്സിനെ ഫൈൻഡ് ചെയ്യുക ഫേസ്ബുക്കിലൂടെ. അപ്പോൾ ഇതാണ് ആ PDF. ഇത് കൃത്യമായിട്ട് എല്ലാം ഇതിലുണ്ട്. ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ക്ലയൻറ്റിനെ റീച്ച് ഔട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ക്ലയൻറ്റിനെ റീച്ച് ഔട്ട് ചെയ്യേണ്ടത്, അതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ മീറ്റിങ്ങിന് നിങ്ങൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രൈസിങ് വെക്കേണ്ടത്, അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ പോയി നിങ്ങൾക്ക് അതിനുള്ള ഐഡിയ കിട്ടും. അപ്പോൾ ഈ PDF എല്ലാം സെറ്റാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇത് ഉപയോഗിക്കുക. എന്നിട്ട് എന്താ പറയുക ലീഡ്സ് ജനറേറ്റ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ നിങ്ങൾ വെബ്സൈറ്റ് അല്ല ഏത് സർവീസ് ആണെങ്കിലും ആ സർവീസ് അവിടെ ഇട്ടാൽ അതിൻ്റെ ലിസ്റ്റ് വരും. അപ്പോൾ ഇതേപോലെ ഇൻഫോർമേറ്റീവായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.